ഹായ് ഹലോ അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ കയ്യിനെ കെട്ടിക്കാൻ കൊണ്ടുപോകാണ് കേട്ടോ. എപ്പോഴും പോകുന്ന പോലെ ട്രെയിനിൽ തന്നെയാണ് പോയത്. സാധാരണ കിട്ടുന്ന പോലെ തന്നെ ഒരു തുള്ളി സീറ്റ് ഉണ്ടായില്ല. ഇങ്ങനെ നിന്നിട്ടാണ് അവിടം വരെ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ വേഗം കൈയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതാ കൈ ഇതുപോലെ കെട്ടി തന്നിട്ടുണ്ട്. അപ്പം നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. കൈ എപ്പോഴും പൊക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. താഴ്ത്തിയിടാൻ പാടില്ല, നീര് വരുമെന്ന് പറഞ്ഞേ. പിന്നെ എന്താ ഇത്ര ചിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിച്ചാൽ ആയുസ് കൂടും. ആയുസ് കൂടിയാലും മറ്റുള്ളവരിട്ട് കഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്ടോ കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. എവിടെ? അതെ, നമ്മുടെ പേരകളുടെ പോകാം കേട്ടോ. കുറേ കാലമായി എവിടെ പോകണമെന്ന് വിചാരിക്കുന്നില്ലേ, നമ്മൾ പറ്റുന്നേ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇന്നാണ് അതിനുള്ള സമയം ഒത്തു വന്നത്. അപ്പോൾ നമ്മളിതാ കോഴിക്കോടുള്ള നമ്മുടെ പാരഗൺ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു പിടി പിടിക്കണം. അപ്പോൾ ഞാനവിടെ നേരെ കയറിയിട്ട് അവിടുത്തെ ലഗോൺ ബിരിയാണിയും പൊറോട്ടയും അയിലക്കറിയും എല്ലാം വാങ്ങിയിട്ടുണ്ട്. പൊറോട്ടയും അയിലക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി ഞാൻ കുഴപ്പമില്ല, അത്ര ഹൈപ്പിനൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതിന് എൻ്റെ ഒരു ഇതായിട്ടല്ല. പക്ഷേ പൊറോട്ടയും മീൻകറിയും കിടിലനായിരുന്നു. അവസാനം ഉണ്ടല്ലോ ഇതൊക്കെ തിന്ന് വന്നപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കണ്ണൂർ ബസ്സാണ് കേട്ടോ കിട്ടിയത്. കണ്ണൂർ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടു വീട് എത്തി അത്രേ പറയാൻ പറ്റുള്ളൂ. വിമാനം പോകുന്ന പോലെയാണ് കേട്ടോ പോവുക. അതാണെങ്കിലോ ബേക്കത്തെ സീറ്റിലാണ് ഇരുന്നത്. കുലുങ്ങി മനുഷ്യൻ്റെ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു വടകര എത്തിയപ്പോഴത്തേക്കും. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.